ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരം ചായേൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രെഡ് വെച്ചുണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ബ്രെഡിനൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബൗൾ തേങ്ങ, പിന്നെ പാല്, പിന്നെ പഞ്ചസാര. ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ബ്രെഡ് ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് സ്വീറ്റ് ബ്രെഡാണ്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ബ്രെഡ്. അതിനായിട്ട് ജാറിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബ്രെഡ് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും മതി, ഒരുപാട് വേണ്ട. കാരണം ബ്രെഡിനും കൂടെ മധുരമുള്ളതുകൊണ്ട് ഇത്രയും പഞ്ചസാര മതി. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ നനവോട് കൂടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പഞ്ചസാരയും കൂടെ ഇട്ടുകൊണ്ട് ഒരു നനവോട് കൂടിയാണ് ബ്രെഡ് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഇളക്കി നോക്കാം. അപ്പോൾ തേങ്ങയും ബ്രെഡും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പാല് നമ്മൾ കുഴയ്ക്കുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഒരുപാട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഒരുപാട് ലൂസായി പോകും കുഴയ്ക്കുന്നത്. അപ്പം നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഉരുട്ടാനുള്ള പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തിളപ്പിച്ച പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. പിന്നെ ഏലക്കേൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് ഒരു കുക്കീസിൻ്റെയൊക്കെ പാകത്തിനാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. കണ്ടോ, ഇതേ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം. ചിലപ്പോൾ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് പോലെ ആക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എല്ലാം ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പരത്തി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പുറഭാഗം മാത്രം അങ്ങോട്ട് കരിഞ്ഞു പോവും, ഉള്ളിൽ വേവില്ല. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഈ സമയത്ത് സ്റ്റൗവും കൂടെ ഓഫാക്കി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ട് വാങ്ങിയിടാൻ നോക്കണം. ഇത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. കാരണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ബ്രെഡാണെന്ന് നമുക്ക് തോന്നില്ല. തേങ്ങ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.